ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 47. ആരോടും പറയാതെ ഈ പട്ടിക്കാട്ടി പഠിക്കാൻ വന്നാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നീ? ക്യാമ്പസിൻ്റെ ആളൊഴിഞ്ഞ കോണിലെ ഒരു വലിയ തണൽമരത്തിൻ്റെ പിന്നിലേക്ക് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ആഞ്ഞൊരു തള്ളു കൊടുക്കുമ്പോൾ ദീപകിൻ്റെ കണ്ണുകളിൽ തിരിഞ്ഞത് ക്രൂരമായ ഒരു ചിരിയായിരുന്നു. അവൻ്റെ തള്ളലിൽ വേച്ചു വീണുപോയവൾ മരത്തിൻ്റെ പുറം പിടിച്ച് താങ്ങി നിന്നു. മുൻപിൽ നിൽക്കുന്നവനെ കണ്ടതും പെണ്ണിൻ്റെ കണ്ണുകൾ പൊടുന്നനെ പേടി കൊണ്ട് തുറച്ചുപോയി. അവളുടെ ശരീരം ആലില പോലെ വിറച്ചു തുടങ്ങി. ഒറ്റയ്ക്ക് ക്യാമ്പസിനുള്ളിൽ നിന്ന് തിരിഞ്ഞതിന് അവൾ സ്വയം പഴിച്ചു. അപ്പോഴും ദീപക് എന്തിനീ കോളേജിൽ ഇപ്പോൾ തന്നെ കാണാൻ വേണ്ടി വന്നു എന്ന് മാത്രമായിരുന്നു അവളുടെ ചിന്തയിലുണ്ടായിരുന്നത്. എത്ര നാൾ നീ എന്നിൽ നിന്ന് ഓടി ഒളിച്ച് നടക്കും വൈശാഖി നീ? ഒരു ചിരിയോടെ അവളുടെ ശരീരം മൊത്തം കണ്ണുകൾ ഒഴിഞ്ഞു വിട്ടവൻ. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു പിടിച്ചു. അപ്പോഴും നോട്ടം പെണ്ണിൻ്റെ ചുവന്നു വിറയ്ക്കുന്ന അതരങ്ങളിലേക്കായിരുന്നു എന്ന് വേണം പറയുവാൻ. അവൻ്റെ ആ കത്തുന്ന നോട്ടത്തിൽ വൈശാഖിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകിയിറങ്ങി. ഭയത്താൽ അവളുടെ ഹൃദയം പോലും ഉച്ചത്തിൽ മിടിക്കുന്നത് പുറത്തേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നപ്പോൾ. ഈ ഭൂമിയിലെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും. എന്തേ, നിനക്കത് വല്ല സംശയമുണ്ടോ? അവളിൽ നിന്നും മുരളിച്ച പൊങ്ങി. ചെവിക്കുള്ളിൽ ഒരു കടന്നൽ കൂടി ഇളകിയതുപോലെയാണ് വൈശാഖിക്ക് അപ്പോൾ തോന്നിയത്. എന്നെ വെറുതെ വിടോ, എനിക്ക് പേടിയാ. ഭയത്താൽ നേർത്തുപോയിരുന്നു അവളുടെ ശബ്ദം. വെറുതെ വിടാനോ? നിന്നെയോ? ദീപക് ഒന്നുകൂടി ചിരിച്ചു. എന്നിട്ട് പുച്ഛത്തോടെ അവളെ നോക്കി ചുണ്ടുകളൊന്നു കോട്ടി. പ്ലീസ്. അവൻ്റെ ഭാരം താങ്ങാനാവാതെ മരത്തിലേക്കൊന്നും കൂടി ശരീരത്തിൻ്റെ പിൻഭാഗം അമർത്തിപ്പിടിച്ചവൾ. അപ്പോഴേക്കും വൈശാഖിയുടെ ദേഹം തളർന്നു തുടങ്ങിയിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് വരുന്നു. നിന്നെ ഞാൻ നോക്കി വെച്ചത് വെറുതെ വിടാനാണോടി? എല്ലാം ഒത്തുവന്ന ആ ദിവസമാണ് നീ അവിടുന്ന് പഠിക്കാനാണെന്നും പറഞ്ഞ് മുങ്ങിയത്. അത് നാട്ടിൽ നിൻ്റെ മുത്തശ്ശിയുടെ കെയർ ഓഫിൽ. എന്നിട്ടിപ്പോൾ എന്തായി? വീണ്ടും നീ എൻ്റെ കോട്ടിൽ വന്നു. എനിക്ക് വേണം നിന്നെ. കണ്ണിൽ തെളിച്ചുകൊണ്ട് പറയുന്നവനിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ വൈശാഖി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. നിസ്സഹായിയായിരുന്നു ആ പെണ്ണപ്പോൾ. ഒരിക്കലും ദീപകിൽ നിന്നും തനിക്കിനി മോചനം ഉണ്ടാവില്ലെന്ന് അവൾ അടിയുറച്ച് വിശ്വസിച്ചു പോയി ആ നേരം. എനിക്ക് നിന്നെ വേണം. നിന്റെ തന്തയുടെയും തള്ളയുടെയും സ്വത്തുക്കൾ അനുഭവിക്കണം. ഓരോ വെടിക്ക് 2 പക്ഷി. അതാണ് നീ എനിക്ക്. അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെയാടി വെറുതെ വിടുന്നേ? വിടില്ല നിന്നെ ഞാൻ. എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നീ കാണിച്ചതാ. ഞാനൊന്ന് കാണട്ടെ നിന്റെ കഴിവ്. അവൻ ക്ഷണി മുഴക്കി. വൈശാഖി കണ്ണുകൾ തുറന്നില്ല. ജീവനുള്ള ഒരു ശവം പോലെ അനങ്ങാതെ അങ്ങനെ നിലയുറപ്പിച്ചു നിന്നു. പോട്ടടി മോളെ വൈശാഖി, ഇതൊരു ചെറിയ ഡോസ് മാത്രം. വലുതൊക്കെ ഏട്ടൻ പിന്നെ വന്നിട്ട് തരാൻ കേട്ടോ. ഇന്ന് ഇത്രയും മതി. കോളേജിലെ കുട്ടികൾ ചിലർ അങ്ങോട്ടേക്ക് വന്നെന്ന് കണ്ടതും പെണ്ണിൻ്റെ വലത്തെ ഇടുപ്പിലൊന്ന് അമർത്തി ഞെക്കിയിട്ട് ദീപക് അവളിൽ നിന്നും ധൃതിയിൽ അടർന്നു മാറി നിന്നു. എന്നിട്ട് അവളെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് അവിടെ നിന്നും തിരിഞ്ഞു. അപ്പോഴും പേടിയോടെ ശ്വാസം പോലും കഴിക്കാനാവാതെ ആ പെണ്ണവിടെ തളർന്നു മരവിച്ച് നിൽക്കുകയായിരുന്നു. എന്താ വൈശാഖി ഇവിടെ? പൊടുന്നനെയാണ് എങ്ങു നിന്നോ പൊട്ടി വീണതുപോലെ നീരജയും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഒരു ടീച്ചറായ ലതയും അവരുടെ ഇരുവരുടെയും മുമ്പിൽ ചെന്ന് അവതരിച്ചത്. ലത മാഡത്തിൻ്റെ ഉച്ചത്തിലുള്ള ചോദ്യം കേട്ടതും ഞെട്ടിക്കൊണ്ട് വൈശാഖി കണ്ണുകൾ രണ്ടും വേഗത്തിൽ തുറന്നു. നീരജയും ലത മാഡത്തിനെയും കണ്ടപ്പോൾ, അവിടെ ആ നേരം കണ്ടപ്പോൾ പേടി തോന്നിയെങ്കിലും ദീപകിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും ഒരു മോചനം ഉണ്ടായല്ലോ എന്നൊരാശ്വാസമായിരുന്നു അവളിൽ. നിങ്ങൾ ആരാണ്? വൈശാഖിയിൽ നിന്നും അടർന്നു മാറി നിന്നവൻ നീരജയുടെ നെറ്റിയിൽ ചുളിവുകൾ വീഴ്ത്തി. ഞാൻ ഡോക്ടർ ദീപക്, ബാംഗ്ലൂരിലാണ് താമസം. ഇവിടെ വൈശാഖിയെ കാണാൻ വേണ്ടി വന്നതാണ് മാഡം. തനിക്ക് മുൻപിൽ നിൽക്കുന്നത് ഒരു ലെക്ചറാണെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടാവാം ദീപകിൻ്റെ സംസാരത്തിൽ ഒരു ബഹുമാനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മുഖത്തെ മാറി അവിടെ കുടിലത് നിറഞ്ഞു. നിങ്ങളിവളുടെ ആരാണ്? വൈശാഖിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമുള്ളതുപോലെ നീരജ് ചോദിച്ചു. ഞാൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയാണ് മാഡം. ഒരു ഡോക്ടേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ വന്നതാണിവിടെ. ഇതുവഴി പോയപ്പോൾ ഇവിടെ കയറി ഇവളെ കണ്ടു എന്ന് മാത്രം. ഗൂഢമായ ഒരു ചിരിയോടെ ദീപക് നീരജയെ നോക്കി. കല്യാണം കഴിക്കാൻ പോണ കുട്ടിയോ? നീരജയിൽ പൊടുന്നതിന് ഒരു ഞെട്ടലുണ്ടായി. കഴിഞ്ഞ ദിവസം മഹാദേവൻ തന്നോട് പറഞ്ഞ കാര്യമാണ് ആ നേരം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. വൈശാഖിയുടെയും സാറിൻ്റെയും കെട്ടുറപ്പിച്ച കാര്യം. ലത പക്ഷേ ആ ജോഡിയുടെ ചേർച്ചയെ കണ്ണു നിറച്ച് നോക്കി കാണുന്ന തിരക്കിലായിരുന്നു.
അതെ മാഡം. കല്യാണം കഴിക്കാൻ പോണ കുട്ടി. എന്തേ, മാഡത്തിന് വിശ്വാസം വരുന്നില്ലേ? സംശയമുണ്ടെങ്കിൽ മാഡത്തിന് ഇവളുടെ പേരൻസിനെ കോൺടാക്റ്റ് ചെയ്യാം. ദീപകിൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരി, ആത്മവിശ്വാസത്തിൻ്റെ ചിരി. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് വിശ്വാസമാണ്. ഉള്ളിൽ ഗൂഢമായ ഒരു ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നീരദ അവനോട് പറഞ്ഞു. എങ്കിൽ ശരി മാഡം, വൈകിട്ടാണ് എനിക്ക് ഫ്ലൈറ്റ്. അതിനു മുമ്പ് എയർപോർട്ടിൽ ചെന്ന് പറ്റണം. വളരെ ഭവ്യതയോടുകൂടി നീരജയും ലതയെയും നോക്കി നിറഞ്ഞ പുഞ്ചിരി നൽകിയിട്ട് വൈശാഖിക്ക് നേരെ ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കിയവൻ പെണ്ണിൻ്റെ മുഖത്തെ ഞെട്ടൽ ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. മാത്രമല്ല, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ വായും തുറന്നു വെച്ച് വായു ഉള്ളിലേക്ക് ആഞ്ഞു വലിക്കുന്നുമുണ്ട്. ഭയത്താൽ ആ കണ്ണുകൾ തുറച്ചാണിരിക്കുന്നത് പോലും. പോട്ടെ മോളെ, ഇനി കരയണ്ട. കല്യാണക്കാരെ നമുക്ക് പെട്ടെന്നാക്കാന്നേ. ഞാൻ വീട്ടിൽ പറഞ്ഞേക്കാം. അവളുടെ ചുവന്ന് വീങ്ങിക്കിടക്കുന്ന കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ആ പെണ്ണിൻ്റെ കവിളിന് മുകളിൽ ചെറുതായി 2 തട്ട് തട്ടി. എന്നിട്ടൊരു ചിരിയോടെ അവളിൽ നിന്നും തിരിഞ്ഞു നടന്നു. അവൾക്കിപ്പോൾ പെട്ടെന്ന് കെട്ടുവേണമെന്ന്. പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പോകുന്ന പോക്കിൽ നീരജയും ലതയും നോക്കി അതും പറഞ്ഞൊരു നിറഞ്ഞ പുഞ്ചിര സമ്മാനിക്കുവാനും അവൻ മറന്നില്ല. അതേസമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം ക്ലാസ്സിലേക്ക് ഓടിപ്പോകുന്ന വൈശാഖി പോയ വഴിയെ നോക്കി നിന്നുകൊണ്ട് മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൾ കൂട്ടുകയായിരുന്നു നീരജയപ്പോൾ. അതൊരു പാവം കുട്ടിയാ അല്ലേ നീരജെ? ആ കൊച്ചൻ പോയതിൽ അതിന് നല്ല സങ്കടമുണ്ട്. കൂടെ നിൽക്കുന്നവളുടെ ഉള്ളിലിരു പറയാതെ അതും പറഞ്ഞുകൊണ്ട് ലത ഒരു ചിരിയോടെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നതും ഒന്ന് മൂളിക്കൊണ്ട് നീരജയും അവരുടെ പിന്നാലെ കാലുകൾ നീക്കി. ഹോ, എന്തൊക്കെയായിരുന്നു! സ്റ്റാഫ് റൂമിൽ ഇരുന്നു കൊണ്ട് അതും പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന നീരജയുടെ നേർക്കായിരുന്നു അവിടെ ഇരുന്ന എല്ലാവരുടെയും കണ്ണുകൾ. എന്താ നീരജെ, ഇവക്കിപ്പോൾ എന്തു പറ്റിയെന്ന ചിന്തയോടെ അടുത്തിരുന്ന ലത സംശയത്തോടെ അവളെ ഉറ്റുനോക്കി. എൻ്റെ ലത ടീച്ചറെ, നമ്മുടെ മഹാദേവൻ സാറല്ലേ? സാറ് 2 ദിവസം മുന്നേ എന്നോട് പറഞ്ഞത് വൈശാഖിയെ സാറ് കെട്ടാൻ പോവാണെന്ന്. എന്നിട്ടിപ്പോൾ ആ ദീപക് വന്ന് പറഞ്ഞത് കേട്ടോ? എന്തൊക്കെയാ ടീച്ചറെ ഇതിൻ്റെയൊക്കെ അർത്ഥം? മഹാദേവൻ സ്റ്റാഫ് റൂമിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശബ്ദം ഇച്ചിരി ഉയർത്തി എല്ലാവർക്കും കേൾക്കുന്ന പറ്റുന്ന രീതിയിലായിരുന്നു നീരജയുടെ സംസാരം. ലഞ്ച് അവർ കഴിഞ്ഞുള്ള ക്ലാസ്സിന് വേണ്ടി പോകാൻ വേണ്ടി ബുക്ക് എടുത്തുകൊണ്ട് തിരിഞ്ഞവർ പോലും അവളുടെ ആ പറച്ചിൽ കേട്ട് നിന്നിടത്ത് തന്നെ നിന്നുപോയി. നമ്മുടെ മഹാദേവൻ സാറ് വൈശാഖിയെ കെട്ടാൻ പോവാണെന്നോ? നല്ല കാര്യമായി. നീ എന്തൊക്കെ ഈ പറയണേ? ഈ ജന്മത്ത് കല്യാണം വേണ്ടെന്ന് വെച്ച് നടക്കുന്ന ആളല്ലേ നമ്മുടെ മഹാദേവൻ സാറ്. ലത അവൾ പറഞ്ഞത് കാര്യമാക്കാതെ കയ്യിലൊരു ടെക്സ്റ്റ് ബുക്കും പിടിച്ച് സ്വന്തം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സത്യ ടീച്ചറെ, വിശ്വാസം ഇല്ലെങ്കിൽ സാറിൻ്റെ അച്ഛനോട് വേണമെങ്കിൽ ടീച്ചർ ഒന്ന് ചോദിച്ചു നോക്ക്. ആളവിടെ ഹിസ്റ്ററി 1ാം ക്ലാസ് സ്റ്റുഡൻ്റ് അല്ലേ? എന്നാലും ഇതൊക്കെ എങ്ങനെയാന്നാ? എല്ലാവരുടെയും കണ്ണും ചെവിയും തനിക്ക് നേരെയാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് നീരജ ഒന്നും കൂടെ ഉഷാറായി. ലതയുടെ കണ്ണുകളും ഒന്ന് ചുരുങ്ങിയിരുന്നു. അതേസമയം ഭാസ്കരൻ്റെ കൂടെ വൈശുവിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്നവൻ്റെ ചെവിയിൽ പതിഞ്ഞത് നീരജയുടെ ആ വാക്കുകളായിരുന്നു. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ മാഡത്തിന് ആരാ അനുവാദം നൽകിയേ? 2 കൈകളും പിണച്ചു കെട്ടി നെഞ്ചിന് മുകളിലേക്ക് വെച്ചിട്ട് മഹാദേവൻ നടന്ന് നീരജയുടെ ടേബിളിന് മുമ്പിലായി ചെന്ന് നിന്നു. ആ മുഖത്തും നിറയെ ഗൗരവമായിരുന്നു, ദേഷ്യവും. അത് പിന്നെ സാറല്ലേ അന്ന് പറഞ്ഞത് വൈശാഖിയെ സാറ് കെട്ടാൻ പോവാണെന്ന്? അതുകൊണ്ടാ ഞാൻ. അപ്രതീക്ഷിതമായി മഹാദേവനെ സ്റ്റാഫ് റൂമിൽ കണ്ടതും വെപ്രാളത്തോടെ നീരജ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ആണെങ്കിലും അല്ലെങ്കിലും അത് മാഡത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണോ? ആണോന്ന്? മഹാദേവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കയറി. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വൈശാഖിയുടെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചതോർത്ത് അവൻ ആ നേരം സ്വയം പഴിച്ചു. താൻ മൂലം അവൾക്കൊരു പേരുദോഷം വന്നെന്നുള്ള ചിന്തയിൽ മഹാദേവൻ അവനോട് തന്നെ സ്വയം പുച്ഛം തോന്നി. കൂടെ ആ പാവം പിടിച്ച പെണ്ണിനോട് തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധവും. അവൾക്ക് താനായിട്ടൊരു ചീത്തപ്പേരുണ്ടാക്കി വെച്ചെന്നുള്ള സങ്കടം വേറെ. അല്ല സാറേ, ഒരു ചെക്കൻ വന്ന് വൈശാഖിയെ കെട്ടാൻ പോകുന്നതിനാണെന്ന് പറഞ്ഞ് ക്യാമ്പസിൽ കിടന്ന് ഷോ ഇറക്കി. അത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ കുട്ടിക്ക് അങ്ങനെയൊക്കെ. അല്ല ടീച്ചറെ? ബാക്കി പൂരിപ്പിക്കാതെ അവിടെ നിൽക്കുന്ന ലതയെ നോക്കി നീരജ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. ലത നെറ്റി ചുളിച്ചുകൊണ്ട് നീരജയെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും കൊടുത്തില്ല. അവർ മഹാദേവനെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ കുട്ടിക്ക് എങ്ങനെയൊക്കെ? എന്തൊക്കെയാണ് നീരജ മാഡം പറയുന്നില്ല? ക്യാമ്പസിന് പുറത്തുനിന്ന് വന്ന ഏതോ ഒരുത്തൻ അവളെ കെട്ടാൻ പോവാണെന്ന് പറഞ്ഞ് ഷോ ഇറക്കിയപ്പോൾ അതങ്ങ് തൊണ്ട തൊടാതെ വിശ്വസിച്ചല്ലേ? അറ്റ്ലീസ്റ്റ് അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് മാഡത്തിനും വൈശാഖിയോടെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു. അതും ചെയ്തില്ല.
എന്നിട്ട് ആ കുട്ടിയെക്കുറിച്ച് ഇവിടെ വന്നിരുന്ന് തോന്നിയാസം പറയുന്നോ? അതും അവൻ ഷോങ് ഇറക്കിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. നീരജയുടെ ടേബിളിന് മുകളിൽ ഒട്ടൊരു ഊക്കോടെ 2 കൈപ്പത്തിയും കുത്തി നിന്നു മഹാദേവൻ. അവൻ്റെ ആ ദേഷ്യത്തോടെയുള്ള നീക്കത്തിൽ നീരജ 2 അടി പിന്നിലേക്ക് നീങ്ങി നിന്നുപോയി. മാഡത്തിന് വൈശാഖിയോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ? പതിയെങ്കിലും ആ ചോദ്യത്തിലെ മൂർച്ച മുൻപിൽ നിൽക്കുന്നവൾക്ക് നല്ലതുപോലെ മനസ്സിലായിരുന്നു. സാർ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് എന്തിനാണ് ആ കുട്ടിയോട് വൈരാഗ്യം? പതറിച്ച ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് നീരജ മഹാദേവൻ്റെ മുഖത്തേക്ക് പാളി നോക്കി. സ്റ്റാഫ് റൂമിൽ നിന്ന് കാഴ്ച കണ്ടു നിൽക്കുന്ന മറ്റു സ്റ്റാഫുകളുടെ മുൻപിൽ വാലു മുറിഞ്ഞവളെപ്പോലെ നിൽക്കുന്നതിൻ്റെ സകല നാണക്കേടും നീരജയുടെ മുഖത്തപ്പോൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അതെന്തിനാണെന്ന് മാഡത്തിനും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നീരജ മാഡം കൂടുതൽ സംസാരിക്കുകയായിരിക്കുകയാണ് നല്ലത്. മഹാദേവൻ നേരെ നിന്നു. ഇപ്പോഴും അഹങ്കാരത്തോടെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നവൾ അവനിൽ വീണ്ടും ദേഷ്യം നിറച്ചു. ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് നീരജ മാഡത്തിനോട് പറയുക. ഇനി മേലിൽ വൈശാഖിയെക്കുറിച്ച് ആവശ്യമില്ലാതെ പറഞ്ഞുവെന്ന് ഞാൻ അറിഞ്ഞാൽ ഇതൊന്നും അല്ലായിരിക്കും എന്നിൽ നിന്നുണ്ടാവുക. തൽക്കാലം എനിക്കും വൈശാഖിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ ആലോചിച്ച് മാഡം തല പോയിക്കാൻ നിൽക്കണ്ട. അരിശത്തോടെ അത്രയും പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് തൻ്റെ കസേരയിലേക്ക് ചെന്നിരുന്നവൻ എന്നിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിലേക്ക് മുഖം പൂഴ്ത്തി. അത്രയും നേരെ കാഴ്ച കണ്ടു നിന്നവർ അവരോട് ഇരുവരോടും മനഃപൂർവ്വം കാര്യം തിരക്കുവാനായി പോയില്ല. എങ്കിലും അവരുടെ നോട്ടം നീരസത്തോടെ നീരജയുടെ മേലേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. കാരണം മഹാദേവനെ അവർ കാണാൻ തുടങ്ങിയിട്ട് 1-2 വർഷങ്ങളായി. ഇത്രയും നാളുകളായിട്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ചെന്നുപെടാത്ത മര്യാദക്കാരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അവർക്കവൻ. അങ്ങനെയുള്ള ഒരുവനെ ഇന്നലെ വന്ന് കയറി ഒരുവൾക്ക് വേണ്ടി അവിശ്വസിക്കുന്നത് എങ്ങനെ? അതുമാത്രമല്ല, വന്നിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ എങ്കിലും നീരജയുടെ പല കാര്യങ്ങളിലും തന്നിഷ്ടം സഹപ്രവർത്തകരിൽ ചെറിയൊരു നീരസവും ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും. പ്രിൻസിപ്പാളിൻ്റെ മകളെന്ന ലേബൽ ഉള്ളതുകൊണ്ട് മാത്രം അവരത് പ്രകടിപ്പിക്കുന്നില്ല എന്നത് മറ്റൊരു സത്യം. നീരജെ, മഹാദേവൻ സാർ പറഞ്ഞത് ശരിയല്ലേ? ആ കുട്ടിയോടൊന്ന് നമുക്ക് ചോദിക്കായിരുന്നു. സാറ് കെട്ടാൻ പോണ കുട്ടിയാണെന്ന്. അതെങ്കിൽ നമുക്ക് എവിടെയോ പഴച്ചിട്ടുണ്ട് കേട്ടോ. ഒടുവിൽ ലതയും അവളുടെ കൈ വെടിഞ്ഞു. അടുത്ത അവറിൻ്റെ ബെല്ലടിച്ചതും ഓരോരുത്തരായി സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബാലു, നമ്മൾ ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? വീട്ടിലേക്ക് പോകുന്ന റോഡിലേക്ക് പോകാതെ എതിർവശത്ത് തിരിയുന്ന ബാലുവിൻ്റെ ബുള്ളറ്റ് കണ്ടതും അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന വൈശാഖി പെട്ടെന്ന് കരച്ചിൽ നിർത്തി. ഇങ്ങോട്ട് പോയാലല്ലേ എയർപോർട്ട് റോഡ് കയറാൻ പറ്റുമോ? ബാലുവിൻ്റെ അലസമായ മറുപടി അങ്ങനെയായിരുന്നു. അതിന് നമ്മൾ എന്തിനാ എയർപോർട്ടിൽ പോണത്? ഞെട്ടലോടെ ചോദിക്കുമ്പോൾ അവളുടെ കൈ ഭാസ്കരൻ്റെ തോളിൽ അമർന്നിരുന്നു. സദ്യ ഉണ്ണാൻ. അല്ല പിന്നെ. ബാലഭാസ്കരൻ അവളെ പുച്ഛിച്ചു. ദേ ബാലു, സത്യം പറ, വീട്ടിലോട്ട് പോകാതെ എന്തിനായിപ്പോൾ നമ്മൾ ഈ വഴി പോണത്? അവൾക്ക് പേടിയായി. അടങ്ങടി വൈശു കൊച്ചെ, നീ അല്ലേടി പറഞ്ഞേ ആ ദീപക് മോൻ എയർപോർട്ടിൽ പോകുവാന്നും പറഞ്ഞ കോളേജിൽ നിന്ന് പോയതെന്ന്. ബുള്ളറ്റ് പായിക്കുന്നതിനിടയിൽ റിയർവ്യൂ മിററിൽ കൂടി പിന്നിലിരിക്കുന്നവളെ ഉറ്റുനോക്കിയിട്ട് ഭാസ്കരൻ ചോദിച്ചു. അതിന് നമ്മളെന്തിനാ അങ്ങോട്ടേക്ക് പോണത്? ദീപകിൻ്റെ അടുത്തോട്ടാണോ നമ്മൾ പോണത്? വൈശാഖിക്ക് പെട്ടെന്ന് എന്തോ അപകടം മണത്തു. അല്ലാതെ പിന്നെ എൻ്റെ കൊച്ചിനെ കയറി പേടിപ്പിച്ചിട്ട് അവനങ്ങനെ ഞെളിഞ്ഞു കൂത്തി പോകണ്ട. അവന് ഭാഗ്യമുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് ചാടാതിരിക്കട്ടെ. ബാലുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ആർക്കും പരിചിതമല്ലാത്തത്. ഒന്നും വേണ്ട ബാലു, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ ദീപക് പൊയ്ക്കോട്ടെ, വഴക്കു വേണ്ട. വൈശാഖി അയാളുടെ തോളിൽ തല ചേർത്ത് വെച്ചുകൊണ്ട് കരഞ്ഞുപോയി. കാരണം ബാലു ഇങ്ങനൊരു സാഹസം കാട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. തെറ്റുകണ്ട ചൂണ്ടിക്കാട്ടുകയും വേണമെങ്കിൽ ചെറിയൊരു അടിപിടിയൊക്കെ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളെന്ന നിലയിൽ മാത്രമേ ആളിനെ താൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയാണോ? വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ചോദിക്കാൻ വേണ്ടി ചാടി പുറപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുകയാവോ? ഒന്നും പറയാൻ പോലും പറ്റില്ല. ആളെന്തൊക്കെയാ മനസ്സിൽ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. എത്രയൊക്കെ എതിർത്താലും എല്ലാം വെറുതെയാണ്. വൈശു ഒന്നേങ്ങിപ്പോയി. എത്ര നാളിങ്ങനെ നീവനെ പേടിച്ച് നടക്കും വൈശു? കളിച്ചവൻ ആദ്യം നമ്മുടെ വീട്ടിൽ കയറി വന്നു. അന്ന് ഞാനവനെ വെറുതെ വിട്ടതാ. ഇപ്പോൾ കോളേജിലും വന്നേക്കുന്നു. ഇനിയും നമ്മൾ അടങ്ങിയിരുന്ന അവൻ നിന്റെ നെഞ്ചത്ത് കയറി റീത്ത് വയ്ക്കും. മോളെ വൈശുക്കൊച്ചേ, അതിർത്തിയിൽ കൊണ്ടും കൊടുത്തും വളർന്നവനാണ് ഈ ഞാൻ. അതുകൊണ്ട് എൻ്റെ കൊച്ചു പേടിക്കണ്ട. നീ അവൻ്റെ കാറ് കണ്ടാ എനിക്കൊന്ന് പറഞ്ഞതാ. ബാലുവിൻ്റെ ഉള്ളിലുള്ള ദേഷ്യം ബുള്ളറ്റിൻ്റെ വേഗതയിലും കാണാൻ പറ്റി. ഭാസ്കരൻ്റെ തീരുമാനത്തെ ഒരു തരത്തിലും മാറ്റാൻ പറ്റില്ലെന്ന് മനസ്സിലായതും വൈശാഖി അയാളുടെ തോളിൽ നെറ്റി മുട്ടിച്ചു വെച്ചു വിതുമ്പിപ്പോയി. ഇത്തവണ പെണ്ണിന്
പിന്നിലുള്ള കാരണം അത് പേടി കൊണ്ടോ സങ്കടം കൊണ്ടോ ആയിരുന്നില്ല. തനിക്ക് വേണ്ടി ചോദിക്കാനും ഒരാൾ ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടായിരുന്നു മാത്രം. കുറച്ച് ദൂരം മുൻപോട്ടേക്ക് പോയതും ദൂരെ ഒരു പൊട്ടുപോലെ ഒരു നീല കളറ് കാറ് വൈശുവിന് കാണപ്പെട്ടു. അതിൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുവാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. എന്നും പറയുന്ന തന്നെ ഇന്നും പറയുന്നു, നിങ്ങൾ വായിക്കുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. പിന്നെ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് എഴുതിയിട്ടിട്ട് പോകാൻ മറക്കരുത് കേട്ടോ.